കഴിഞ്ഞ ദിവസം ചെമ്പരത്തി ചായയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചെമ്പരത്തിയുടെ പല പല ഗുണങ്ങളും ഓർത്തത്. ഇനി പണ്ട് മുതലേ നമുക്കറിയാവുന്നതാണ് ചെമ്പരത്തി താളി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും മൊട്ടും എല്ലാം കൂടെ എടുത്തിട്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്ത് ചതച്ചിട്ട്, അന്നൊക്കെ തോട്ടിലാണ് ഒളിക്കുന്നത് കേട്ടോ, അവിടെ ഇങ്ങനെ ആ പാറയുണ്ട്, അതിലിങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉരച്ച് അപ്പോൾ നല്ല പതയൊക്കെ വരും. അപ്പോൾ അതെടുത്തിട്ട് ഒരു തോർത്തിൽ പിഴിഞ്ഞിട്ട് അതെടുത്തിട്ട് തലയെ തേക്കുക, എന്നിട്ട് തലയലമ്പി നന്നായിട്ട് കുളിക്കുക. അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ തലയിലെ അഴുക്കെല്ലാം പോവും. അത് തന്നെയല്ല, തലയ്ക്ക് നല്ല കുളിർമയും കിട്ടും. കൂടാതെ തലമുടിക്ക് നല്ല കറുപ്പും ഉണ്ടാകും നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ. എന്നും ചെയ്യണമെന്നില്ല, അന്നൊക്കെ ഒരാഴ്ചയിലൊരിക്കൽ നമ്മൾ അവധി ദിവസങ്ങളിൽ മാത്രമല്ലേ ഇത് പറ്റുമായിരുന്നല്ലോ. ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെനോപോസിൻ്റെ ആ സമയത്തൊക്കെ ഇത് ഇറഗുലർ പീരീഡ്സും പിന്നെ അതുപോലെ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് വേറൊന്നും ചെയ്യേണ്ട, ഒരു 2-3 ചെമ്പരത്തിപ്പൂവും മുട്ടും കൂടെ എടുത്തിട്ട് വെറുതെ രാവിലെ കടിച്ച് ചവച്ച് തിന്നാൽ മതി. ഞാനീ പറയുന്നതൊക്കെ എനിക്ക് അനുഭവമുള്ളതും ഇല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതുമാണ്, അല്ലാതെ ഞാൻ വേറൊന്നും പറയാറില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നമേ തീരും. ബ്ലീഡിങ് ആണെങ്കിൽ ബ്ലീഡിങ് നിൽക്കുമെന്ന് തന്നെയല്ല, നമുക്കതോടുകൂടി മിക്കവാറും പീരീഡ്സും തന്നെ നിൽക്കും. ഇനി പറയാനുള്ള ചെമ്പരത്തി ഫേസ് പാക്കിനെ കുറിച്ചാണ്. അതിനും ഈ പറഞ്ഞ പോലെ ചെമ്പരത്തിപ്പൂ മതി കേട്ടോ, മുട്ടൊന്നും വേണ്ട. ഒരു 2-3 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇടുക. ഒരു സ്പൂൺ അരിപ്പൊടി അതിട്ടാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടങ്ങ് മിക്സിയിലിട്ട് അടിക്കുക. കാരണം ഈ ചെമ്പരത്തിപ്പൂവ് തന്നെ അതിൻ്റെ ഇട്ടാൽ പൊടിഞ്ഞു കിട്ടുകയില്ല, അരഞ്ഞു കിട്ടുകയില്ല, അങ്ങനെ ഒരു പരുവത്തിലാകും. പക്ഷേ ഇതാകുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും, ഇതിൻ്റെ രണ്ടും കൂടെ കൂടുമ്പോഴും. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് ഒന്നുകിൽ ഒരു 2 സ്പൂൺ പാല്, ഇല്ലെങ്കിൽ 2 സ്പൂൺ തൈര്, ഏതാണേലും കുഴപ്പമില്ല കേട്ടോ. ഒന്നേ ആകാവുള്ളൂ, രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. അത് ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കും നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അപ്പോൾ ഈ അരിപ്പൊടി ഉള്ളത് കൊണ്ടുണ്ടല്ലോ, ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടി ഇതുകൊണ്ട് വരും. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയുക. അപ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുണ്ടല്ലോ, അന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇത് ചായ കുടിച്ചാൽ ആ ഗ്ലോ വരുമെന്ന്, അതേ ഗ്ലോ. മറ്റേത് അകത്തേക്ക് കഴിക്കുമ്പോൾ, ഇത് പുറത്ത് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നല്ല കളറും, അതായത് അരിപ്പൊടിയും തൈരും ഒക്കെ നമ്മുടെ മുഖത്തിന് നല്ല നിറം എത്തിക്കുന്നതാണല്ലോ. പിന്നെ ഇതിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു കളറും കൂടി ആകുമ്പോഴല്ലോ നല്ലൊരു നമ്മളുടെ മുഖത്തിന് നല്ലൊരു കാന്തി വരും. ആരും ഒന്ന് നോക്കി നിന്ന് പോകും. അങ്ങനെ ഉള്ളതാണ് നമുക്ക് ഇത്